കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കണം എന്നൊരു അഭിപ്രായം കോൺഗ്രസിൽ തന്നെ ശക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് രാഹുൽ ഗാന്ധി ബ്രിഗേഡുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ടും അവിടുത്തെ നീക്കങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്നതുകൊണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിച്ചേക്കും എന്നു തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, മത്സരിച്ചേക്കുമെന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് എം പി ആണ്. കോൺഗ്രസിൻ്റെ UDFിൻ്റെ സിറ്റിംഗ് എം പി ആണ്. കോൺഗ്രസിൻ്റെ താങ്കൾ തന്നെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ച പോലെ തന്നെ സിറ്റിംഗ് എം പിമാർ അവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും. സിറ്റിംഗ് എം പി ആണ്, അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. അല്ല, രാഹുൽ ഗാന്ധി അങ്ങനെ വയനാട്ടിൽ മത്സരിക്കുന്ന പക്ഷം KC വേണുഗോപാൽ കൂടി കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുള്ളൂ? രണ്ടു ദേശീയ നേതാക്കൾ. അല്ല, KC വേണുഗോപാൽ മത്സരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. കാരണം അദ്ദേഹം മത്സരിക്കുന്നതിൽ കേരളത്തിലെ പാർട്ടിയോ പാർട്ടി പ്രവർത്തകർക്കോ യാതൊരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായമില്ല. അദ്ദേഹം മത്സരിച്ചാൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് KC വേണുഗോപാൽ. പക്ഷേ അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. പിന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള സീറ്റ് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ ആലപ്പുഴ അദ്ദേഹം നേരത്തെ മത്സരിച്ചിട്ടുള്ള അവിടെ നിന്ന് MP ആയിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ആലപ്പുഴയിലും കണ്ണൂരിലും മാത്രമാണ് പുതിയതായി സ്ഥാനാർത്ഥികളെ തേടുന്നത് അല്ലെങ്കിൽ പേരുകൾ കൂടുതലായി നിർദ്ദേശിക്കുന്നത്. മറ്റിടങ്ങളിൽ സിറ്റിംഗ് MPമാർക്ക് തന്നെ സാധ്യതയുണ്ട് എന്നും KPCC ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ കൂടിയാലോചനകൾ അന്തിമ തീരുമാനത്തിലേക്ക് 15-ാം തീയതി കൂടി എത്താൻ പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഉണ്ടാകില്ല എന്ന സൂചനകൾ ചില കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരികയാണ്. അവിടെ സാധ്യതാ പട്ടികയിലേക്ക് പല പേരുകളും നിർദ്ദേശിക്കപ്പെടുന്നുമുണ്ട്. KC വേണുഗോപാൽ ഇക്കുറി കേരളത്തിലേക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അങ്ങയുടെ മറുപടി? ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവിടെ പാർട്ടി ആലോചിക്കുകയുള്ളൂ. കാരണം നിലവിൽ അദ്ദേഹത്തിനാണ് സാധ്യത. ആലപ്പുഴയിൽ നിന്ന് ശ്രീ KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തോട് നിലവിലല്ല, അദ്ദേഹം 2 തവണ ആലപ്പുഴയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചു. അതിനു മുമ്പ് 3 പ്രാവശ്യം നിയമസഭയിലേക്കും ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലാണ് അവിടെ വലിയ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും. ശ്രീ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്ത് പാർട്ടി അറിയിച്ചാൽ മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവിടെ ആലോചിക്കുകയുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചോദിച്ചപ്പോൾ താങ്കൾ കേരളത്തിൽ ഞാൻ നേരത്തെ തന്നെ സജീവമാണ്, ഇനി പ്രത്യേകം സജീവമാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ എന്നല്ല, കൊട്ടാരക്കര മണ്ഡലത്തിൽ താങ്കൾ കൂടുതൽ സജീവമാണ്. അത് 2026 ലക്ഷ്യമിട്ടാണോ? അല്ല, ഞാൻ 1989 മുതൽ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാണ് എൻ്റെ പ്രവർത്തനം. ഞാൻ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണല്ലോ ആദ്യം MP ആയത്. അന്ന് അടൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയായിരുന്നു. അതുകൊണ്ടാണ് കൊട്ടാരക്കരയിൽ 89 മുതൽ അവിടെ താമസവും ഓഫീസും പ്രവർത്തന കേന്ദ്രവുമാക്കിയത്. അതിപ്പോഴും തുടരുന്നു. മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തോട്ട് മാറിയപ്പോഴും കൊട്ടാരക്കരയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കണക്കിലെടുത്ത് ചങ്ങനാശ്ശേരി, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടർമാർക്കും ജനങ്ങൾക്കും MP എന്ന നിലയിൽ എന്നെ കാണുവാനും MP ഓഫീസുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ചെങ്ങന്നൂരിലും ഒരു ഓഫീസ് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ 2 ഓഫീസുകൾ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര.